ഇന്ന് നല്ലൊരു സോയ ബട്ടർ മസാലയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. സോയ ബട്ടർ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കാം. സോയ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളം എല്ലാം വാർത്തെടുക്കണം. ഈ സോയ ചങ്ക്സ് നല്ലപോലെ കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നല്ലപോലെ മിക്സ് ചെയ്ത സോയ ചങ്ക്സ് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതൊക്കെ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞതും കൂടി ചേർക്കാം, ഇളക്കി കൊടുക്കാം. ഒരു വലിയ തക്കാളിയും കൂടി ചേർക്കാം. കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സവാള തക്കാളി എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് അതിട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സവാളയുടെ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലാക്കി ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. സോയ നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീവ്സ് ഇടാം. ഒരു ഏലയ്ക്ക, 3 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശരി, മതി. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മസാല ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം, ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോയ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം.